പ്രിയ കൂട്ടുകാരെ, ഖുർആൻ വ്ളോഗിൻ്റെ ചരിത്ര പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം പരസ്യമാക്കുകയാണ്. ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിൻ്റെ മുകളിൽ കയറി കുടുംബങ്ങളെ വിളിച്ചു. അവർ ആകാംക്ഷയോടെ സഫാ താഴ്വരയിൽ എത്തി. ഈ കുന്നിൻ്റെ പിന്നിൽ കൂടി നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ പ്രിയപ്പെട്ടവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അതെ, ഞങ്ങൾ വിശ്വസിക്കും. താങ്കൾ കളവ് പറഞ്ഞ അനുഭവം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. എങ്കിൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയെ സംബന്ധിച്ചു ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക. അള്ളാഹുവാണ് നിങ്ങളെ തൊട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും ഒന്നും തടയാൻ എനിക്ക് കഴിയുകയില്ല. അപ്പോൾ അബൂലഹബ് പറഞ്ഞു, തബ്ബല്ലക, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചത്? അപ്പോഴാണ് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന സൂറത്ത് ഇറങ്ങിയത്. പരസ്യ പ്രബോധനത്തിൻ്റെ തുടക്കമായിരുന്നു ഇത്. അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത്. പരസ്യ പ്രഖ്യാപനത്തോടെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബികളെയും പ്രയാസപ്പെടുത്താനും ദ്രോഹിക്കാനും തുടങ്ങി.